അങ്ങ് താമസിക്കുന്ന ഈ ഹോട്ടലിൽ തന്നെയാണോ? അതെ, ഇവിടെ തന്നെയാണ്. അതെ. ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒക്കെ പുറത്തുനിന്ന് വന്നിരുന്നോ? സാർ, എങ്ങനെയായിരുന്നു? പോലീസ് ഇവിടെ എത്തിയതിനു ശേഷമാണോ ഇവിടെ നിന്ന് എടുക്കുമ്പോൾ ജീവൻ ഉണ്ടായിരുന്നു എന്നാണോ ഇവർ പറഞ്ഞത്? അവർക്ക് അങ്ങനെ തോന്നി. പുള്ളി കെയറിലായിരുന്നു. ഫുഡ് ഈ കെയർ എടുക്കാനായിട്ട് പോയപ്പോൾ അവസാന നിമിഷം കലാഭവൻ നവാസ് വീണ് കിടന്നത് ഇവിടെയാണ്. മുകളിൽ കയറി വന്ന ബംഗാളിയായിട്ടുള്ള ചെറുപ്പക്കാരനാണ്. മുറി കുറച്ച് അലങ്കോലപ്പെട്ടതുപോലെ തോന്നുന്നു. ബെഡിൽ നവാസിന്റെ വസ്ത്രങ്ങളും മറ്റ് സാധന സാമഗ്രികളും ചിതറിക്കിടക്കുന്നുണ്ട്. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 150-200 മാത്രം ദൂരത്തിലുള്ള ഈ വൃന്ദാവൻ റെസിഡൻസിലാണ്. ഇവിടെയാണ് ഈ കഴിഞ്ഞ മണിക്കൂറിൽ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള മലയാളികളുടെ പ്രിയങ്കരനായിട്ടുള്ള നവാസ് മരണപ്പെട്ടത്. എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. വരും. 51 വയസ്സോളം പ്രായമുള്ള സുന്ദരനും സുമുഖനുമായിട്ടുള്ള മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായിട്ടുള്ള കലാഭവൻ നവാസ് രാത്രി 8 മണിയോടുകൂടി മരണപ്പെട്ടതായിട്ട് കണ്ടെത്തുകയാണ്. ആ മരണത്തെ ദുരൂഹതയുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് ചോറ്റാനിക്കര പോലീസ് അവിടെ എത്തി ആദ്യമേ പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നീട് അങ്ങോട്ട് നടന്ന എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമസ്കാരം ചേട്ടാ. പേരെന്താ ചേട്ടാ? എൻ്റെ ഒരു കുര്യാച്ചനാണല്ലേ? എവിടെ? തിരുവോണത്താണ്. എന്തായിരുന്നു ആക്ച്വലി സംഭവിച്ചത്? 6:17 അവർ വന്നത്. അതായത് വൈകിട്ട് 6:17 വന്നു. ഇന്നലെ രാത്രി 9:08 ബായി പോയി നോക്കണം. 8 മണിക്ക് അവർ പോകുമെന്ന് പറഞ്ഞു. 6:17 വന്നിട്ട് 8 മണിക്ക് പോകുമെന്ന് പറഞ്ഞിരുന്നു. അതായത് 2 ദിവസത്തേക്ക് സിനിമയില്ല, 4-ാം തീയതിയാണ് സിനിമയെന്നാണ് പറഞ്ഞത്. ശരി. 9:08 അവൻ പോയി നോക്കുമ്പോൾ ആള് വീണ് കിടക്കുക. ടവലും ഇതും കട്ടിലുണ്ട്. ഡോറ് തുറന്ന് കിടക്കുകയാണ്. പക്ഷേ ഡോറ് തുറന്നിട്ട് പുറത്തേക്ക് വരാൻ പറ്റിയില്ല പുള്ളിക്ക്. ഓ, ഡോറ് തുറന്ന് കിടക്കുക. ബായി ചെന്ന് നോക്കുമ്പോൾ ഡോറ് തുറന്ന് കിടക്കണം. ഡോറ് തുറന്ന് കിടക്കുക. അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ സന്തോഷം ഓടിച്ചെന്ന് നോക്കി കഴിഞ്ഞാൽ ആരാ? സന്തോഷാണ് ഇതിൻ്റെ ഓണർ. ഓ, ഇതിന്റെ ഓണർ സന്തോഷം ഇവിടെ ഉണ്ടോ? അപ്പോൾ ഫിലിമിൻ്റെ ആൾക്കാർ ഇവിടെ അടുത്തെങ്ങാണ്ട് ഉണ്ടായിരുന്നു. അവരെ വിളിച്ചറിയിച്ച് പോലീസ് സ്റ്റേഷനെ വിളിച്ചറിയിച്ച സാധനം കൊണ്ട് 9:17 ആംബുലൻസ് വന്നു. 9:18 കൊണ്ടുപോയി. ഓക്കെ. ഈ കൃത്യമായി CC ക്യാമറ ഒക്കെ ഉള്ളതാണ്. CC ക്യാമറ വിഷ്വലുകളെല്ലാം പോലീസ് എടുത്തിട്ടുണ്ട്. 8 മണിക്ക് പോകണം എന്നാണ് ആ സിനിമാ കമ്പനി പറഞ്ഞിരുന്നത്. നവാസ് ഇവിടുന്ന് പോകുന്നതാണ് പറഞ്ഞിരുന്നത്. പക്ഷേ 8 മണിയായിട്ട് ആരെയും കാണുന്നില്ല. പോകുന്നത് കാണാതെ വന്നപ്പോഴേക്കുമാണ് CC ക്യാമറയിൽ കൃത്യമായിട്ടുണ്ട് 9:08 പോയി നോക്കുമ്പോഴാണ് ആൾ ഡോർ തുറന്നവിടെ വീണ് കിടക്കുന്നതായിട്ട് കാണുന്നത്. നവാസ് അവസാന നിമിഷം ചെലവിട്ട് ആ ഹോട്ടലിന്റെ കോറിഡോറിൽ ആ റൂമിന്റെ മുമ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. ആലുവ റൂറൽ പോലീസിന്റെ നേതൃത്വത്തിലുള്ള ഫിംഗർ പ്രിന്റ് ബ്യൂറോ എത്തിയിട്ടുണ്ട്. ഫോറൻസിക് സംഘം എത്തിയിട്ടുണ്ട്. പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നവാസ് മരണപ്പെട്ട ആ റൂമിൻ്റെ മുമ്പിലാണ്. നവാസ് ഈ റൂമിൻ്റെ ഈ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവിടെ വീണു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്തായാലും ചോറ്റാനിക്കര പോലീസും ഫോറൻസിക് സംഘവും എല്ലാവരും എത്തിയിട്ടുണ്ട്. അന്വേഷണം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മലയാളികളുടെ പ്രിയപ്പെട്ട കലാഭവൻ നവാസ് നമ്മെ വിട്ടുപോയത് ഈ മുറിയിൽ വെച്ചാണ്. മുറി കുറച്ച് അലങ്കോലപ്പെട്ടതുപോലെ തോന്നുന്നു. ബെഡിൽ നവാസിന്റെ വസ്ത്രങ്ങളും മറ്റ് സാധന സാമഗ്രികളും ചിതറിക്കിടക്കുന്നുണ്ട്. ആരോരുമില്ലാതെ തികച്ചും ഒരു അനാഥനെ പോലെ അവസാന നിമിഷം കലാഭവൻ നവാസ് വീണ് കിടന്നത് ഇവിടെയാണ്. ഹോട്ടലിന്റെ റിസപ്ഷനിൽ നിന്നും 1 മണിക്കൂർ കഴിഞ്ഞിട്ടും കാണാതെ മുകളിൽ കയറി വന്ന ബംഗാളിയായിട്ടുള്ള ചെറുപ്പക്കാരനാണ് നിലത്ത് കിടക്കുന്ന നവാസിനെ ആദ്യമായി കാണുന്നത്. നവാസ് ഒരു സഹൃദയനാണ്. അദ്ദേഹത്തിന് ചെറിയ വിഷമമുണ്ടെങ്കിലും ചെറിയ സന്തോഷമാണെങ്കിലും വലിയ സന്തോഷമാണെങ്കിലും എല്ലാം അദ്ദേഹത്തിൻ്റെ മുഖത്ത് കൃത്യമായിട്ട് കാണാമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ളവർ തന്നെയാണ് പറയുന്നത്. ഈ കഴിഞ്ഞ മണിക്കൂറുകളിലും കഴിഞ്ഞ ദിവസങ്ങളിലും അദ്ദേഹത്തെ കാണാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ബൈറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന മലയാളികളുടെ എക്കാലത്തെയും പ്രിയങ്കരനായിട്ടുള്ള നടൻ, അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. ഒപ്പം വർക്ക് ചെയ്തിരുന്നോ?
ഒന്നിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഒന്നിച്ചിട്ടുണ്ടായിരുന്നു. എത്ര ദിവസം ഇപ്പോൾ ഇവിടെ വന്നിട്ട് അങ്ങോട്ട് വന്ന്? 25-ാം തീയതി അദ്ദേഹം 25-ാം തീയതി വന്ന് ഞാനും 25-ാം തീയതി. 25-ാം തീയതി വന്ന് ജോയിൻ ചെയ്തതല്ലേ? ഇന്നലെ വൈകിട്ട് 8 മണിയോടുകൂടി പാക്കപ്പ് ആയിരുന്നു. അപ്പോൾ ഒരു ദിവസത്തെ ഷൂട്ട് ബാക്കിയുണ്ടായിരുന്നു. ഓക്കെ. ഈ നവാസിന്റെ ഷൂട്ട് ഒരു ദിവസം ബാക്കിയുണ്ട്. അപ്പോൾ 2 ദിവസം ഇല്ലല്ലോ. നമ്മുടെ പറഞ്ഞ് ഞാൻ റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വീട്ടിൽ പോകും എന്ന് പറഞ്ഞ് 5:30 ആകുമ്പോൾ ഇങ്ങോട്ട് വന്നു. ലൊക്കേഷൻ 5:30 കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് പോകുന്നു. വന്നപ്പോൾ അന്വേഷിച്ച് പറഞ്ഞ് കാറിലും കഴുകി വെക്കാണ് പറഞ്ഞു വിടുന്നത്. അപ്പോൾ കഴുകി വെച്ചു. ഞാൻ റൂം വെക്കേറ്റ് ചെയ്യുന്നു. ഒന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോയി. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് കാണാത്തതുകൊണ്ടാണ് ഇവിടുന്ന് ആളുകൾ പോയി അന്വേഷിച്ചപ്പോഴാണ് വീണ് കിടക്കുന്നത് കാണുന്നത്. രാഹുൽ അല്ലേ? ഒറ്റ സെക്കൻഡ്. ഈ നവാസിനൊക്കെ ഫുഡ് കൊടുത്തുകൊണ്ടിരുന്നതൊക്കെ നിങ്ങൾ തന്നെയാണോ? നിങ്ങളിപ്പോൾ ഏതാ ഈ സിനിമയുടെ പ്രൊഡക്ഷൻ സ്റ്റാഫാണോ? ഓക്കെ. ഇത് ഏതാ സിനിമ? ഏതാണ് സിനിമ? പ്രകമ്പനം. എന്താണ് പ്രകമ്പനം. ഓക്കെ. നിങ്ങൾ എത്ര പേര് പ്രൊഡക്ഷനിൽ ജോലി ചെയ്യുന്നുണ്ട്? 8 പേർ അല്ലേ? എങ്ങനെയാണ് നവാസിന്റെ നിങ്ങളോടൊക്കെ ഉള്ളൊരു ഇടപെടൽ എന്ന് പറയുന്നത്? നല്ല മനുഷ്യനാണ്. ആർക്കും ഒരു ഉപദ്രവം അങ്ങനെ ഒന്നുമില്ല. നല്ലൊരാളാണ്, നല്ല ബഹുമാനമാണ്. നമുക്കും അങ്ങനെയാണ്. എല്ലാവരും ഭയങ്കര സ്നേഹത്തോട് സംസാരിക്കുന്നതാണ്. ഈ പറഞ്ഞ 5-6 ദിവസം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ? നിങ്ങൾ പരസ്പരം പറയുന്നത് എന്താണ് കാരണം? നമുക്ക് അങ്ങനെ കാരണമായിട്ട് തോന്നിയിട്ടില്ല. പുള്ളി ലൊക്കേഷനിൽ വരുന്നു, അഭിനയിക്കുന്നു, പിന്നെ ഫുഡ് നമ്മളാണ് കൊണ്ട് കൊടുക്കുന്നത്. വൈകിട്ട് ഫുഡ് കഴിച്ച് റൂമിൽ കയറി പോയാളാ പിന്നെ അറിയുന്നത് ഇതാണ് സംഭവം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇരിക്കുമ്പോൾ എങ്ങനെ പുള്ളി കാരവാനിലാണ് ചെലവഴിക്കുന്നത്? അതോ നിങ്ങൾ കാരവാനിലായിരിക്കും, പുറത്തിരിക്കാറില്ല? ഇപ്പൊ മൊത്തം എത്ര ദിവസം നവാസിന്റെ കൂടെ ഏറ്റവും അവസാനം ജോലി ചെയ്ത നവാസിന്റെ കൂടെ നിങ്ങളാണല്ലോ. നിങ്ങളെപ്പോലുള്ള കുറച്ച് നടിമാരും മീൻസ് എന്തായിരുന്നു ഒരു അനുഭവം എന്ന് പുറത്തെടുക്കാമോ? ഏറ്റവും നമ്മളിപ്പോൾ ഈ ഒഴിവ് സമയങ്ങളിലൊക്കെ കൂടെ ഇരുന്ന് വർത്തമാനം പറയുന്ന കൂട്ടത്തിൽ പഴയ കാലത്തെ അദ്ദേഹത്തിൻ്റെ സിനിമയിലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. മിമിക്രി രംഗത്തുണ്ടായ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ഇടക്കുണ്ടായ ഒരു ബ്രേക്കും ഇപ്പോൾ ആക്റ്റീവായി വരുന്നൊരു സമയമാണല്ലോ. ഇപ്പോൾ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ ഉൾപ്പെടെയുള്ള സിനിമയിൽ ഏറ്റവും നന്നായി വേഷം കൈകാര്യം. ഇപ്പോൾ പ്രസന്റുള്ള പടങ്ങളിലൊക്കെ അതെ. വെറും ആക്ടർ മാത്രമല്ല, ഏറ്റവും നന്നായി പാട്ട് പാടുന്ന ഒരാൾ, മിമിക്രി ആർട്ടിസ്റ്റ്, എല്ലാം കൊണ്ടുപോകും. കുടുംബപരമായി തന്നെ വലിയൊരു കലാകാരൻ. അദ്ദേഹത്തിൻ്റെ പിതാവായാലും അദ്ദേഹത്തിൻ്റെ സഹോദരനായാലും. ഒരുമിച്ച് എത്ര ദിവസം മൊത്തം ഉണ്ടായിരുന്നു ഇവിടെ ഈ ചോറ്റാനിക്കര? 25 മുതൽ ഇവിടെ തന്നെ. ഓക്കെ. അപ്പോൾ ഏകദേശം 6 ദിവസത്തോളം ഇവിടെ 6-7 ദിവസം ഒന്നിച്ചുണ്ടായിരുന്നു. ഈ ദിവസങ്ങളിൽ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ അദ്ദേഹത്തെ കാണാനായിട്ട് ആരെങ്കിലും പതിവായിട്ട് മീൻസ് വന്നവരോ അല്ലെന്നുണ്ടെങ്കിൽ ബന്ധുക്കളോ ആരെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളോ അങ്ങനെ സൗഹൃദത്തിന് പുള്ളിയുടെ സൗഹൃദം? എല്ലാവരും നല്ല സൗഹൃദമാണ്, ഒരു പ്രയാസവും ഇല്ലാതെ. ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒക്കെ പുറത്തുനിന്നൊക്കെ വന്നിരുന്നോ? അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചില്ല. അങ്ങ് താമസിക്കുന്ന ഈ ഹോട്ടലിൽ തന്നെയാണോ? അതെ, ഇവിടെ തന്നെയാണ്. അപ്പം എല്ലാ ദിവസവും വൈകിട്ട് നിങ്ങൾ ഷൂട്ട് കഴിഞ്ഞ് ചില ദിവസം പിന്നെ നമുക്ക് ഒന്നിച്ച് തീരും, അല്ലാത്ത ദിവസം നമ്മൾ ഒന്നിച്ച് വരും. അല്ലാത്ത ഇപ്പൊ ഇന്നലെ എനിക്ക് അതിനുശേഷം രാത്രി 9:30 വരെ എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു. 9:30 ആണ് ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു വണ്ടിയിൽ ഒന്നിച്ചു വരും. അസീസ് നെടുമങ്ങാട്, ഞാൻ 3 പേരാണ് ഇവിടെ താമസം. 3 ആൾ ഒന്നിച്ച് തന്നെ വരും, ഒന്നിച്ച് തന്നെ പോവുകയും ചെയ്യും. വൈകിട്ട് എങ്ങനെയാണ് നിങ്ങൾ വന്നതിന് ശേഷം എല്ലാവരോടും കൂടി വർത്താനം പറഞ്ഞിരിക്കും? അങ്ങനെ പുള്ളിയുടെ ഒരു മനസ്സെങ്ങനെയായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും അറിയാൻ വേണ്ടി? നല്ല മൂഡിൽ, നല്ല സന്തോഷത്തിലായിരുന്നു. ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. വൈകിട്ട് നിങ്ങൾ എല്ലാവരോടും കൂടി ഇരുന്ന് സൊറ പറയുകയോ തമാശ പറയുകയോ? തമാശ പറയും, പാട്ട് പാടുകയും ചെയ്യും. വൈകിട്ട് ഈ ഹോട്ടലല്ല, അവിടെ ലൊക്കേഷൻ. ഹോട്ടലിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണാറില്ല. നവാസിനെ കാണാൻ വേണ്ടി ആരെങ്കിലും വന്നിരുന്നു ഞാൻ ചോദിച്ചത്? ഷൂട്ടിംഗ് ലൊക്കേഷൻ ചിരപരിചിതരല്ലാത്ത ആരെങ്കിലും വന്ന് സംസാരിക്കുകയോ പുള്ളിക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് മൂഡ് ഓഫ് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക്? ഒരു മൂഡ് ഓഫ് ഉണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല, ഒരു പ്രയാസവും ഉണ്ടായില്ല. വളരെ കൂളായിട്ടാണ് അദ്ദേഹം ഷൂട്ടിങ്. ഇന്നലത്തെ എല്ലാം ഷോട്ട് എടുത്തതിനെ വളരെ സന്തോഷത്തിലെടുത്ത് ഒരു പ്രയാസമില്ലാണ്ടാണ് അദ്ദേഹം. ഇന്നലത്തെ യാത്രയിൽ എങ്ങനെയായിരുന്നു? നിങ്ങളൊപ്പം ഉണ്ടായിരുന്നു? ഇല്ല, വരുമ്പോൾ വൈകുന്നേരം എനിക്ക് ഷൂട്ടിന് ശേഷം ഞാൻ 9:30 വന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ വരുമ്പോഴേക്കും അറിഞ്ഞിരുന്നോ? ഞാൻ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നവാസ്ക്ക് സുഖമില്ലാന്നൊരു വിവരം കിട്ടി. ഷൂട്ട് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയപ്പോഴാണ് പറഞ്ഞത് ആള് പോയി എന്ന് പറഞ്ഞത്. അപ്പോഴാണ് അറിയുന്നത്. തീർത്തൊരു വേദന ഉണ്ടാക്കുന്ന, വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഒരു ദൂഷ്യ സ്വഭാവങ്ങളൊന്നും ഇല്ലായിരുന്നുള്ളതാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്തായിരുന്നു നിങ്ങൾക്കുള്ള അറിവ്? ഒരു ദൂഷ്യ സ്വഭാവമില്ല, വലിയ കുടിയുമില്ല, വലിയുമില്ല, നല്ല സ്വഭാവമുള്ള ആളാണ്, നല്ല കക്ഷിയാണ്. നിങ്ങളുടെ എന്താ പറയുക ഈ ഒരു അവസ്ഥയിൽ 3-4 വാക്കുകൾ ഞങ്ങൾ സംസാരിച്ചതിൽ ഒരുപാട് സന്തോഷം. കാരണം നിങ്ങളെപ്പോലുള്ള ആളുകൾ പറയുമ്പോൾ ജനത്തിന്, കാരണം ഒരുപാട് കൺഫ്യൂഷൻസ് ഒക്കെ ഉള്ള അവരെ നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി അങ്ങയുടെ വാക്കുകൾ ഉപകരിക്കും. കാരണം അങ്ങേപ്പോലുള്ള ആളുകൾ അദ്ദേഹത്തോടൊപ്പം അവസാന സമയങ്ങളിൽ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങയുടെ വേദന മനസ്സിലാവുന്നുണ്ട്. എന്തായാലും കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ആ നടൻ നവാസിനെ കുറിച്ച് ചോദിച്ചപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹത്തിന് പറയാൻ വേണ്ടി വാക്കുകൾ കിട്ടുന്നില്ല. വളരെ അടുത്ത ബന്ധമായിരുന്നു ഇവർ പരസ്പരം പുലർത്തിയിരുന്നത്. കാരണം 1 മണിക്കൂർ ലൊക്കേഷനിൽ കിട്ടിക്കഴിഞ്ഞാൽ തമാശയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവരുടെ നടുക്കിരുന്ന് സംസാരിക്കുന്ന, ഇവരിൽ ഒരാളെ സംസാരിക്കുന്ന ആളായിരുന്നു കലാഭവൻ നവാസ്. അദ്ദേഹത്തിൻ്റെ ഒരു ദുഃഖമോ അങ്ങനെ എന്തെങ്കിലും ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. പുള്ളി കാരവനിലായിരുന്നു. ഫുഡ് ഈ കെയർ എടുക്കാനായിട്ട് പോയപ്പോൾ പുള്ളി ഫോണിൽ സംസാരിക്കായിരുന്നു. പിന്നെ അറിയത്തില്ല ഫോണിൽ എന്താണ് തമാശയിലുള്ള സംസാരം? ആരോട് എന്തായിരുന്നു അറിയത്തില്ല. തമാശയിലൊക്കെയാണോ? അല്ല ദുഃഖമോ വിഷമോ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ. ഈ കഴിഞ്ഞ ദിവസങ്ങളൊന്നും
ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല? തോന്നിയിട്ടില്ല. മനസ്സിൽ വിഷമമുള്ള ഒന്നും നിങ്ങൾക്ക് തോന്നിയില്ല? ഇല്ല. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുള്ളതായിട്ടോ അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും കണ്ടാൽ തോന്നില്ല. ഫുഡിന് പുള്ളിക്ക് എന്തെങ്കിലും റെസ്ട്രിക്ഷൻ ഉണ്ടോ? മീൻസ് ഇന്ന ഫുഡ് ഇല്ല അങ്ങനെ പ്രത്യേകിച്ച് മെനു ഒന്നുമില്ല. എല്ലാവർക്കും കൊടുക്കുന്ന അതേ ഭക്ഷണം തന്നെയാണ്. നിങ്ങൾ എല്ലാവരും എന്താണ് ഇപ്പോഴത്തെ നിങ്ങളുടെ എല്ലാവരും ലൊക്കേഷന്റെ നിങ്ങളുടെ ആളുകളുടെ നിങ്ങളുടെ മെമ്പേഴ്സിന്റെ എല്ലാവരുടെ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ? കൂട്ടത്തിൽ ഒരാൾ പോകുമ്പോഴത്തേക്കും പിന്നെ അതിൻ്റെതായ വിഷമം കാണും. ഇന്നാരും അങ്ങനെ വർക്കിന് ഇറങ്ങിയിട്ടില്ല. SHO മനോജ് സാർ എത്തിയിട്ട് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. സാർ നമസ്കാരം. സാറേ എന്തായിരുന്നു ഈ നവാസിന്റെ വിഷയത്തിൽ സാർ ഫസ്റ്റ് പോലീസിന്റെ ഒരു നോട്ടത്തിൽ എങ്ങനെയായിരുന്നു ആദ്യം വന്നപ്പോൾ കണ്ടത്? ആള് റൂമിൽ തളർന്നു വീണു, പിന്നീട് ഹോസ്പിറ്റലിൽ എടുത്തു, അവിടെ ഡെത്ത് കൺഫേം ചെയ്തു. ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്തു. ഡോക്ടറോട് സംസാരിച്ചതിൽ ഈ പറഞ്ഞ പോലെ ഹാർട്ട് അറ്റാക്ക് ആണ്, പ്രോപ്പർ ഹാർട്ട് അറ്റാക്ക് ആണ്, മറ്റു സംശയങ്ങളൊന്നുമില്ല. സാർ എങ്ങനെയായിരുന്നു പോലീസ് ഇവിടെ എത്തിയതിനു ശേഷമാണോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്? അല്ല, ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഇവിടെ ഹോട്ടലുകാർ തന്നെ അവിടെ എത്തിച്ചതിന് ശേഷം നമ്മൾ അവിടെ ചെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ വരുന്നത്. ഇവിടുന്ന് എടുക്കുമ്പോൾ ജീവൻ ഉണ്ടായിരുന്നു എന്നാണോ ഇവർ പറഞ്ഞത്? അവർക്ക് അങ്ങനെ തോന്നി. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ എങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞതാണ് ഇവിടുന്ന് മരണപ്പെട്ടു എന്നുള്ളതാണോ അതോ അവിടെ വന്നതിന് ശേഷം ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷമാണോ മരണപ്പെട്ടത്? ഓൾറെഡി മരണപ്പെട്ടാണ് അവിടെ ചെന്നത്. മരണപ്പെട്ടാണ് അവിടെ ചെന്നത് ഡോക്ടർ പറഞ്ഞു. അതെ, പൾസ് ഉണ്ടായില്ല. വേറെ എന്തെങ്കിലും റൂമിൽ പ്രാഥമിക പരിശോധന നടത്തിയിട്ടുണ്ടാവുമല്ലോ? ഇന്നലെ പ്രാഥമിക പരിശോധന ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മറ്റൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്നിപ്പോൾ ഫോറൻസിക് വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഫോറൻസിക് പരിശോധന കഴിഞ്ഞതിന് ശേഷം മാത്രം കാണിച്ചിട്ടുണ്ട്. മറ്റൊന്നും സംശയമൊന്നുമില്ല. 1974 ഏപ്രിൽ 27 വടക്കാഞ്ചേരി, തൃശ്ശൂർ വടക്കാഞ്ചേരിയിലാണ് നവാസ് ജനിച്ചത്. നടി രഹനയാണ് ഭാര്യ. 3 മക്കളുണ്ട്. അദ്ദേഹം സിനിമയിൽ സജീവമാകുന്ന 1995 മുതലാണ്. മിമിക്രി കലാകാരനായി തുടങ്ങിയ കലാഭവൻ നവാസ് പിന്നീട് ഒട്ടനവധി സിനിമകളിൽ വേഷങ്ങൾ ചെയ്തു. മിമിക്സ് ആക്ഷൻ 500 നിന്നും ഹിറ്റ്ലർ, മാട്ടുപ്പെട്ടി മച്ചാൻ, ചന്ദാമാമ അങ്ങനെ തുടങ്ങിയ ഒട്ടനവധി സിനിമകൾ. വിദേശത്തും സ്വദേശത്തും ഒരു കാലത്ത് സ്റ്റേജ് ഷോകളിൽ അദ്ദേഹത്തെ കടത്തിവെട്ടുവാൻ വേണ്ടി വേറൊരു കലാകാരൻ ഇല്ലായിരുന്നു എന്ന് നമുക്ക് പറയാം.